അപ്പോൾ വീണ്ടും നെയ്യെടുത്താലോ. പാൽപ്പാടയാണ് ഇത്, ഫ്രിഡ്ജിൽ വെച്ചതാണ്. തണുപ്പിച്ച ശേഷം നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഹൈ സ്പീഡിൽ അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ രണ്ടും വേർതിരിഞ്ഞ് വരുന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ണയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇത് കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് ബട്ടർ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, നമുക്ക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കഴുകിയ ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പല സമയത്ത് ഇങ്ങനെ ഇത് പല പല രൂപങ്ങളായിട്ട് വരും. ലാസ്റ്റായിട്ട് നല്ലൊരു കളറും മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ ഇതിലോട്ട് മണത്തിനും ഗുണത്തിനും കളറിനും ഒന്നും ചേർക്കാറില്ല. നമുക്ക് അടിപൊളി നെയ്യ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അരിച്ചെടുക്കുക. കുറച്ച് ചൂടാറിയ ശേഷം ഇതുകൊണ്ട് പായസം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും നെയ്യ് ഇതുപോലെ എടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എടുക്കാത്തവർ ഇതുപോലെ ചെയ്യുക.